റിയ അബദ്ധത്തിൽ എന്റെ ദേഹത്ത് വീണതിനാണോ നീ അവളെ തല്ലിയത്? സാറിന്റെ ദേഹത്ത് വീണതിനല്ല ഞാൻ ഇവളെ തല്ലിയത്. ഇവള് സാറിന്റെ നെഞ്ച് തുമ്മ വെച്ചു. സാർ അതറിഞ്ഞില്ല. സാർ ചിലപ്പോ ശ്രദ്ധിച്ചു കാണില്ല. പക്ഷെ ഞാൻ കണ്ടു. മറ്റൊരു പെണ്ണ് സാറിനെ ഉമ്മ വെക്കുന്ന കണ്ടാ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റോ? സഹിക്കാൻ പറ്റോ? പറ്റില്ല. സാറിന് ഇവള് ഉമ്മ വയ്ക്കുന്ന കണ്ടപ്പോ എനിക്ക് എന്റെ നിയന്ത്രണം വിട്ടുപോയി. അങ്ങനെയാ ഞാനിവളെ തല്ലിയത്. അയ്യോ, ഇവള് വെറുതെ കള്ളം പറയാ. എടി, നട്ടാ കുരുക്കാത്ത കള്ളം പറയരുത് കേട്ടോ. ഞാൻ പോയി ഉമ്മ വെച്ചു പോലും. നീ ചുമ്മാ കള്ളം പറയരുത്. നീ ഉമ്മ വെച്ചതേ ഞാൻ കണ്ടതാ. എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. പാർവതി, വെറുതെ റിയെ കുറ്റപ്പെടുത്തരുത്. മഞ്ഞ കണ്ണട വെച്ചാലേ എല്ലാം മഞ്ഞയായ തോന്നും. ഇത് മഞ്ഞയും പച്ചയൊന്നും അല്ല. ഇങ്ങോട്ട് മാറി നിൽക്ക. ഇത് കണ്ടോ? ഇത് ഇവളുടെ ലിപ്സ്റ്റിക്കിന്റെ അടയാളമല്ലേ? ഇത് കണ്ട വ്യക്തമായിട്ട് അറിയാം ഇവൾ ഉമ്മ വെച്ചതാന്ന്. ഉമ്മ വെച്ചതല്ലെങ്കിൽ പിന്നെ ഇത് എങ്ങനെ ഇവിടെ ഉണ്ടായി? റിയ അബദ്ധത്തിൽ ബ്രോയുടെ ദേഹത്തേക്ക് വീഴുന്നല്ലേ ബ്രോ പറഞ്ഞത്. അങ്ങനെ വീണപ്പോ ചുണ്ട് ഷട്ടിൽ പതിഞ്ഞതായിരിക്കും. ആ, അത് തന്നെ. അല്ലാതെ കാലും കൈയും തെറ്റി ലക്കും ലഗാനും ഇല്ലാതെ ബ്രോയുടെ ദേഹത്ത് വീഴുമ്പോഴല്ലേ ഉമ്മ വയ്ക്കാൻ പോകുന്നെ. പാർവതി, നീ കുറച്ചുകൂടി സെൻസോടെ ചിന്തിക്ക്. പബ്ലിക്കായിട്ട് റിയ ബ്രോയെ ഉമ്മ വയ്ക്കാൻ പോവല്ലേ? പറയുന്നതിന് എന്തെങ്കിലും ഒരു യുക്തി വേണ്ടേ? വെറുതെ ഒരാളുടെ പുറത്ത് പഴിചാരാൻ നിൽക്കുന്നു. നീയും ഇവളെ പോലൊരു പെണ്ണാണ്. അവൾക്കും അഭിമാനമുണ്ട്, മറന്നു പോരുത്. ചേട്ടാ മതി, നിർത്ത്. ഈയിടെ നിന്റെ കൈക്കൽപ്പം നീളം കൂടുന്നുണ്ട്. അതൊതുക്കി വെച്ചാൽ നിനക്ക് കൊള്ളാം. ഇനി തല്ലണമെങ്കിൽ നീ എന്നെ തല്ല്. അതിനുള്ള ധൈര്യം നിനക്കുണ്ടോന്ന് എനിക്കറിയണല്ലോ. കാരണമില്ലാതെ ഞാൻ ആരെയും തല്ലിയിട്ടില്ല, തല്ലത്തുമില്ല. പക്ഷേ വൃത്തിയേട് കാണിച്ച അതിനിപ്പോ ആരായാലും അവരെ ഞാൻ ഇനിയും തല്ലും. വേണ്ട. ഇനി ഇതിന്റെ പേരിൽ ഇനി ഒരു സംസാരവും വേണ്ട. എല്ലാരും പിരിഞ്ഞു പോവാൻ. പാർവതി, ഇനി ഈ വിഷയം ഇവിടെ മിണ്ടരുത്. പാർവതി.